ആമീസ് അടുക്കള ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് ഗാർലിക് ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ബ്രെഡ്, ചീസ്, പിന്നെ ബട്ടറിനകത്ത് ഉണ്ടാക്കുന്നത് ബട്ടർ, ഗാർലിക്, പിന്നെ മല്ലിയില ചോപ്പ് ചെയ്തതും ചെറിയ ഒരു കഷ്ണം പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പാൻ വെച്ച് ഗ്യാസ് കത്തിച്ച് അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിലിനകത്തോട്ട് ഈ വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി അങ്ങ് ഒന്ന് വെന്ത് വരണം. വെളുത്തുള്ളി നമുക്കിത്രയും ഈ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി അത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഇതൊന്ന് ഉടച്ചെടുക്കണം. നല്ലതുപോലെ നമുക്കിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബട്ടർ നമുക്ക് എത്ര ബ്രെഡ് എടുക്കുന്നോ അതിൻ്റെ അനുസരിച്ച് ചേർക്കണം. ഉപ്പുള്ള ബട്ടറാണോ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കേണ്ടത്. ചിലപ്പം ചീസിനകത്ത് ഉപ്പിൻ്റെ ഒരു ഇത് കാണും, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവും. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ഒരെണ്ണം, കുറച്ച് മല്ലിയില, കുറച്ച് ഒറിഗാനോ, ഒരു സ്പൂണ് എരിവിൻ്റെ അനുസരിച്ച് വേണം വറ്റൻമുളക് ചതച്ചത്, ഒരു ശകല ഉപ്പ് മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാൻ തന്നെ ഓയിലെല്ലാം മാറ്റിയിട്ട് ചൂടാകട്ടെ. അത് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബ്രെഡിലോട്ട് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ആകണം. ഞാൻ 2 എണ്ണത്തിന് തൂത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചീസ് ഇടാം. മൊസറല്ല ചീസ് ഇടും. ചീസ് ഇട്ടിട്ടുണ്ട്. ഇനി ശകലം ചില്ലി ഫ്ലെക്സ് ഇടാം, കുറച്ച് മതി. കുറച്ച് മല്ലിയില, ശകലം ബട്ടർ അതെ പാനെ തൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് അങ്ങോട്ട് വെക്കാം. ഒരേന്ന് വെക്കാം, നമുക്ക് നല്ലതുപോലെ വെക്കാം. പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ ഇച്ചിരി വെള്ളം കൂടെ വെക്കാം. അപ്പോൾ അതിൻ്റെ ആവിയും കൂടെ കൊണ്ട് നന്നായിട്ട് അത് വരും. ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ ചീസെല്ലാം ഒന്ന് മെൽറ്റായി വരണം. അത്രയും സമയം എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും റെഡി ആയിട്ട് എടുക്കാം. നമ്മുടെ ചീസ് ഗാർലിക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ ചൂടോടെ കഴിക്കുകയും ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ്സ് ഇടുകയും ചെയ്യണം.